ഈ ഒരു കോർണറിനെ നമുക്കിന്നൊരു കുഞ്ഞു മേക്ക് ഓവർ കൊടുക്കാം. എങ്ങനെയുണ്ട്? കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട. ദാ ഈ ഒരു ബാംബൂ സ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗമ്മും മാത്രം മതി. എൻ്റെ ആ കുഞ്ഞു കോർണറിന്റെ അതേ സൈസായിരുന്നു ബാംബൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പീസ് മാത്രമേ കട്ട് ചെയ്യേണ്ടി വന്നുള്ളൂ. അതായത് അതിൻ്റെ ഒരു കുഞ്ഞറ്റം. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ആ ഒരു കോർണർ കട്ട് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണ്. ഇനി വലുതാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പോലും ആ ഒരു കോർണർ കട്ട് ചെയ്തിടണം. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് നമുക്ക് ഈ ഗമ്മ് എല്ലാ കോർണറിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഗ്രിഡ് ലൈൻസ് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ കുറെ ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഹായ്. ഈ ഒരു വാൾ ഗ്രിഡ് എന്റെ കോർണറിന് അടിപൊളിയായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വുഡൻ ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്നെ സ്റ്റേൺ ആയിട്ട് നിൽക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഓരോ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇനി ഡെക്കർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ടു ഡു ലിസ്റ്റോ അതുപോലെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്കിതിൽ ഡെക്കർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഓക്കെ, ബൈ.